ബിഗ് ബോസിൽ PR-ൻ്റെ വിഷയം ഇപ്പോഴും കത്തിപ്പടരുകയാണ്. ഇന്ന് രാവിലെ 7 മണിയായപ്പോഴേ തുടങ്ങി ബിഗ് ബോസിനകത്ത് വഴക്ക്. എന്നും രാവിലെ ഉറക്കമൊഴിക്കാത്തവരൊക്കെ ഇന്ന് രാവിലെ ഉറക്കമൊഴിച്ചു. ആദില ക്യാപ്റ്റൻ ആയതിനു ശേഷം അവർക്കൊരു വെല്ലുവിളിയായിരുന്നു. അനീഷ് സ്റ്റോർ റൂമിൽ പോയി ഓരോ സാധനങ്ങൾ എടുക്കുകയും അതൊക്കെ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ആദില അവിടെ പറഞ്ഞായിരുന്നു, ഇനി ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്റ്റോർ റൂമിൽ പോയി ടാസ്ക് ലെറ്റർ എടുക്കുന്നതും അതുപോലെ മെഡിസിൻ എടുക്കുന്നതും ഓരോ കാര്യങ്ങളും ആദില അവിടെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ചിട്ട പോലെ ചെയ്യുമെന്നും ഇനി അനീഷ് അങ്ങോട്ട് പോകണ്ടെന്നുള്ള കാര്യങ്ങൾ. ഇല്ലെങ്കിൽ അനീഷിന് മുൻപേ ഒരു ഓട്ടമുണ്ട്. അവൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് അനീഷ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ ഇന്നലെ PR-ൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ PR വെച്ചിരിക്കുന്ന ആർക്കാന്ന്. അപ്പോൾ അവിടെ വേറെ ആർക്കും ഇല്ല കേട്ടോ. PR വെച്ചിരിക്കുന്നത് അനുമോക്ക് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എഴുതിച്ചു. എല്ലാവർക്കും PR-ൻ്റെ ഇതിലോടുകൂടി തന്നെയാണ്. അനീഷിന് വൻപിച്ച PR-ആണ്. അനീഷിൻ്റെ PR-ൻ്റെ വലിയ വിഷയമൊക്കെ ആയി. അനുമോളായി ഓരോ ഇൻസ്റ്റാ പേജുകളിലായിരുന്നാലും ഇവർ കയറി ആക്രമണങ്ങൾ തുടങ്ങുകയും അനീഷിൻ്റെ PR അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ആയി. PR-കൾ തമ്മിൽ പറഞ്ഞ് അങ്ങനെ എങ്ങനെയോ ഷാനവാസ് ഇതറിഞ്ഞായിരുന്നു അനീഷിന് നല്ല PR ഉണ്ടെന്നും. അതുവരെ അനീഷ് ആ ടാസ്കിൽ പറഞ്ഞിരിക്കുന്ന അനീഷിന് PR ഇല്ല എന്നാണ്. അനീഷിനാണ് ഏറ്റവും കൂടുതൽ PR. നല്ലതുപോലെ പണം ഇറക്കി കളിക്കുന്ന ഒരാളാണ് അനീഷ്. ബിന്നി നല്ലതുപോലെ ലക്ഷങ്ങൾ ഇറക്കി കളിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ബിന്നിയും പറയുന്ന എന്തോന്നാണ് ബിന്നിക്ക് PR ഇല്ല എന്ന്. ഇന്ന് ആദില, നൂറ അവരെല്ലാവരും രാവിലെ എഴുന്നേറ്റായിരുന്നു. ഷാനവാസും. അപ്പോൾ ഷാനവാസ് എല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അനീഷിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ട്. അതിന് ഷാനവാസ് എഴുതിച്ചിട്ട് പറയുന്നു നല്ല PR ആണ് അനീഷിന്. അനുമോള PR-ഉമായിട്ട് അങ്ങനെയും കണ്ടേയൊക്കെ സംസാരിച്ചെന്നാൽ കുറേ എണ്ണം അതിനായിട്ട് കിടപ്പുണ്ടല്ലോ. കുറേ PR എന്നും പറഞ്ഞ് ചുമ്മാ കള്ളത്തരങ്ങൾ വിളിച്ചിട്ട് പറയണതായിരിക്കാം. ഇന്ന് രാവിലെ വൻപിച്ച തർക്കമൊക്കെ ഉണ്ടായി, വഴക്കായി. ഇന്നലെ മോർണിംഗ് ടാസ്ക് പോലെ ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള ഒരു കണ്ടന്റാണ് PR വർക്ക്. അതിൽ ഏറ്റവും അധികം എടുത്തു പറയപ്പെടുന്ന പേര് അനുമോളുടെ PR-നെ കുറിച്ചാണ്. PR-ന്റെ പേരും നാളും അഡ്രസ്സും വീഡിയോ ഒക്കെ സഹിതം പലരും പുറത്തു വിട്ടിട്ടുമുണ്ട്. ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് കണ്ടസ്റ്റന്റുകൾക്കുള്ള 7ന്റെ പണി തന്നെയാണ്. പക്ഷെ ഇത്രയധികം നമ്മളെ പേരും നാളും ഫോട്ടോയൊക്കെ പുറത്ത് വിട്ടാൽ എന്ത്, നമ്മളും നമ്മളെ അനുമോക്കാണ് കേട്ടോ ഇങ്ങനെയാണ് പറയണ PR എന്ന്. പാവം കുട്ടി കത്തിക്കയറുന്ന ബിഗ് ബോസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ പ്രധാനമായിട്ടും ബിന്നി ഉയർത്തി കാണിച്ചിട്ടുള്ള അനുമോൾക്കെതിരെയുള്ള ഒരു ആരോപണമാണ് ഏറ്റവും അധികം ചൂടുള്ള ചർച്ചയായി മാറിയിരിക്കുന്നത്. ബിന്നിയോട് അനുമോൾ ഇങ്ങനെ പറഞ്ഞു അത്രേ, 16 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ PR വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കുത്തിത്തിരിപ്പ്. ബിന്നി എന്ന് പറഞ്ഞാൽ എവള് കള്ളത്തരമാണ് പറയണത്. അവിടെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം PR-ൻ്റെ ബലത്തിലാണ് ഇവള് പിടിച്ച് നിൽക്കണം. അല്ലാതെ ഏതോ ഒരു ടാസ്ക് അങ്ങനെ എങ്ങാണ്ടൊക്കെ എന്തോ കള്ളക്കളി കാണിച്ച അങ്ങനെ എങ്ങാണ്ട അതിൽ വിജയിച്ച് അതിനാണ് ഇത്രയും പൊങ്ങ്. പിന്നെ കൊള്ളോന്ന് പറഞ്ഞ് വായിട്ടലച്ചാണ് ഈ ബിന്നി നിൽക്കണത് അവിടെ. ഇനി എന്ത് ബിന്നി, നീ അനുമോളേന്ന് പറഞ്ഞിരിക്കണം. ഇനി നീ ഇപ്പോൾ ഇറങ്ങും. മിക്കവാറും അടുത്ത ആഴ്ച ബിന്നി ഔട്ടാക്കണം. അല്ലെങ്കിൽ എല്ലാവരും കുത്തിത്തിരിപ്പ് രാജകുമാരി. അനുമോള് അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ PR-ൻ്റെ കാര്യം അവിടെ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. ഇത് പിന്നെ പ്രത്യേകിച്ച് എന്തിനാണ് അനുമോളെന്ന് പറഞ്ഞ് ഇവർക്ക് വല്ല ആവശ്യമുണ്ടായി ഈ ബിന്നിയുടെ കാര്യം കൂടെ നോക്കിയിരുന്നെങ്കിൽ ടോപ്പ് 5-ൽ വരാമായിരുന്നു. പക്ഷേ ബിന്നി ഇപ്പം ഇറങ്ങും. അത് ഉറപ്പാണ്. ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ബിന്നി നീ ഇറങ്ങും. ഈ ആഴ്ച തന്നെ ഇറങ്ങും. ബിന്നി പറയണ എന്തോന്നാണ്, PR-ൻ്റെ കാര്യം സംസാരിച്ചപ്പം ഒരു പാവമല്ലേ അനുമോൾക്ക് പെട്ടെന്ന് സങ്കടം വരും. അതുകൊണ്ട് അനുമോളെ ഇവരെല്ലാവരും ഇട്ട് കരയിക്കും. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് അനുമോൾ. അപ്പം ഇവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ അനുമോള് പെട്ടെന്ന് കരയും. അതിവിടെ അങ്ങനെയാണ്. അപ്പോൾ ഇവളെ പെട്ടെന്ന് തളർത്താൻ പറ്റും അനുമോളെ. അതുകൊണ്ട് PR-ൻ്റെ കാര്യം പറഞ്ഞ് എല്ലാവരും മോർണിംഗ് ടാസ്കിൽ പറഞ്ഞെങ്കിലും ബിന്നി എഴുതിച്ച് നിന്നിട്ട് PR-ൻ്റെ കാര്യവും പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അനുമോള് 16 ലക്ഷം രൂപ മുടക്കി PR-നെ വെച്ചത്. അനുമോൾ എന്നേ പറയണം. അനുമോൾക്ക് കടമുണ്ട്, ബുദ്ധിമുട്ടും വിഷമങ്ങളുണ്ട്. ഇതെല്ലാം അനുമോൾ പറഞ്ഞിട്ടുണ്ട്. ആരടുത്തൊക്കെ PR ഉണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും. അത് വലിയ തെറ്റാ. അല്ലാതെ ഇത്ര ലക്ഷം രൂപയെന്നൊക്കെ പറഞ്ഞാൽ ഈ ബിന്നി കയ്യിൽ നിന്നിട്ട് പറഞ്ഞ കള്ളക്കളിയാണ്. ബിന്നിയുടെ കള്ളക്കളിയാണ് എല്ലാവരും പൊളിച്ചെടുക്കണത്. ബിന്നി കള്ളത്തരമെന്ന് പറഞ്ഞാൽ അനുമോൾ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല.
എന്നിട്ട് അനുമോള് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അത് കാണിക്കട്ടെ ഞാനിരുന്ന് പറയണത് അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പം പറയുന്നു അത് നീ മൈക്ക് മാറ്റി വെച്ചിരുന്നാലും അത് കേൾക്കാൻ പറ്റും. ബിന്നിയുടെ കള്ളത്തരങ്ങൾ അത് അറിയാൻ പറ്റും. ബിന്നി ഇതിൽ വെച്ച് മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഓരോരുത്തരെ കുത്തിത്തിരിപ്പ്. ബിന്നിന്ന് ചുമ്മാ അല്ല ബിന്നി നിനക്ക് പേരിട്ടത്. 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തതെന്ന് അനുമോള് ബിന്നിയോട് പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ്റെ ഡയലോഗാണ്. ഞങ്ങൾ ആരും കാണാത്തത്, ഞങ്ങൾ ആരും കേൾക്കാത്തത് നിങ്ങൾ മാത്രം എങ്ങനെ കേട്ടു എന്നുള്ള അനുമോളോടുള്ള ചോദ്യം. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഒരാളും ലൈവിൽ കേട്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും കണ്ണ് ചുമ്മാതെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. അനുമോള് പലപ്പോഴായിട്ട് PR കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. വളരെയധികം അത് എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെ അനുമോള് പറയണ. അത് അനുമോള് പറഞ്ഞാണോ അതിനകത്ത് PR കൊടുക്കുന്നതെന്ന്. പക്ഷേ ഏറ്റവും പ്രിയ കൂട്ടുകാരികളായ ആദിലെ നൂറേരടുത്തും പറയാതെ ഈ ബിന്നി എന്ന് പറയുന്ന കുത്തിത്തിരിപ്പ് സാധനത്തിൻ്റെ കൂടെ അനുമോള് മിണ്ടാൻ പോവില്ല. എന്തെങ്കിലും കാര്യം അവളിങ്ങോട്ട് ചോദിക്കണമെങ്കിലാണ് അതിന് മറുപടി പറയണത്. അവളടുത്ത് പോയി ഇരിക്കുക, സംസാരിക്കുക ഒന്നും ചെയ്യൂല. അഥവാ അനുമോളും ആദിലെ നൂറേ ഇരിക്കുന്നിടത്ത് എവളാണ് ഇടിച്ചു കയറി ചെന്ന് വല്ലപ്പോഴാണ് ഈ ഇടയ്ക്ക് ഇരിക്കുന്നത്. അത് റെന ഫാത്തിമ പോയതിന് ശേഷം ഇവരിങ്ങനെയൊന്നുള്ള കാര്യങ്ങളല്ല പറയണത്. ഈ ആദിലെ നൂറയൊക്കെ ഇരുന്ന് തമാശ പറയാം, അനുമോളും അങ്ങനെ തന്നെ. അവർ 3 പേരും കൂടെ ഇരുന്ന് തമാശ പറയണ കേൾക്കാൻ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ നമ്മൾ വിചാരിക്കുകയും ചെയ്യും എന്തിന് ഇതിനകത്ത് കിടന്ന് വഴക്ക് കൂടണേ, ഇവരെ ഈ തമാശകൾ തന്നെയാണ് രസം. ഇവർ 3 പേരും കൂടെ കൂടുമ്പോൾ എന്ത് നല്ല രസമാണ് അത് കേൾക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോള് പറയണ ആദിലേരടുത്ത് നൂറേരടുത്തുമാണ്. പക്ഷെ അവരെടുത്ത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ PR-ന്റെ കാര്യം അവിടെ പറഞ്ഞായിരിക്കും അതിനകത്ത്. അത് എല്ലാവരും പറയാറുണ്ട്. നിഷ്കളങ്കമായിട്ടും പലരോടും അനുമോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ PR വർക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന്. പക്ഷെങ്കിൽ ഈ 16 ലക്ഷത്തിന്റെയും 50,000-ത്തിന്റെയും കണക്കൊക്കെയാണ് അങ്ങോട്ട് സെറ്റ് ആവാത്തത്. എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ ബിന്നി പറയുന്നത് അനുമോള് പറഞ്ഞു, ഞാൻ എപ്പോൾ പറഞ്ഞു എന്ന് അനുമോള് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ മൈക്ക് മാറ്റി വെച്ചിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് ആരും കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല മൈക്ക് മാറ്റി. ബിന്നിയുടെ കള്ളത്തരം അതിൽ വെച്ച് മനസ്സിലാക്കണം. നീ എങ്ങനെ പറഞ്ഞപ്പോൾ ഇവൾ അറച്ച് എങ്ങനെ പറയട്ട്, ഇവളെങ്ങനെ പറഞ്ഞെന്ന് ഞാൻ എങ്ങനെ ഊഹിച്ചെടുത്ത് പറയട്ടെന്ന് ഇവൾ ഇത്തിരി ഒന്ന് ആലോചിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. അത് നീ മൈക്ക് മാറ്റി വെച്ചാണ് സംസാരിച്ചത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത് എവിടെ നിന്ന് സംസാരിച്ച് അത് പറയാം. അത് മാവിൻ്റെ മൂട്ടിൽ മാറി നിന്ന് മൈക്ക് മാറ്റി വെച്ചിട്ട് ഒളിച്ച് ചെന്ന് എനിക്ക് PR ഉണ്ട് കേട്ടാ, ഇത്ര ലക്ഷം രൂപ കൊടുത്തു, ചെവിയിൽ രഹസ്യം പറഞ്ഞെന്ന് കുത്തിത്തിരിപ്പ് ബിന്നി പറയണ കള്ളത്തരം വെച്ച് സംസാരിച്ചോട്ടെ. പക്ഷെ അത് അനുമോൾക്ക് ഓർമ്മ ഉണ്ടാവണമല്ലോ. പ്രത്യേകിച്ച് ബിന്നി പറയുന്നത് കുറെ കാലം മുമ്പാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ബിന്നി അക്ബറിന്റെ ഗ്രൂപ്പിലെ പ്രധാന താരമാണ്. അതായത് അനുമോൾക്കെതിരെയുള്ള ബുള്ളി ഗ്യാങ് ടീമിന്റെ മെമ്പറാണ് ബിന്നി. ആ ബിന്നിയോടാണ് അനുമോൾ ഇത്ര വലിയ സത്യം തുറന്നു പറഞ്ഞെന്നാണ് ബിന്നി ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും അനുമോൾ ഇങ്ങനെ ഒരു കാര്യം ബിന്നിയോട് ഈ അക്ബർ റെന ഫാത്തിമ, അപ്പാനി ശരത്ത്, ശൈത്യ, ബിന്നി ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് ഒത്തുകൂടി ഒരു സ്ഥലത്തിരുന്ന് നുണ പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അനുമോളെ കാര്യം. അനുമോൾ അങ്ങോട്ട് പോയാൽ അവിടെ ചെല്ലും വഴക്കിന്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ എരികേറ്റ് റെന ഫാത്തിമ അങ്ങോട്ട് വിടും. അനുമോള് കിച്ചനകത്ത് നിന്നാലും വെറുതെ ചൊറിഞ്ഞ് ചെല്ലും. എന്നിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും നിൽക്കണ അവൾ ഇരിക്കണ നോക്കിക്കാണ്, അവളെന്തോന്ന് കുലസ്ത്രീ ഇരിക്കണ്, അവളെന്തോന്നൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞ് വേറെ ആരെങ്കിലും പറഞ്ഞു വിടും. ഇവക്ക് ഇതായിരുന്നു ജോലി. ഇവളെ ഈ PR-ന്റെ ബലത്തിലാണ് ഈ ബിന്നി ഇത്രയും കയറിപ്പോയത്. ഇല്ലെങ്കിൽ അവൾ എന്നേ ഔട്ടാക്കി കളയാനുള്ളതാണ്. ഇന്നാൾ നോമിനേഷനിൽ വന്നപ്പോൾ അവൾ എന്തുകൊണ്ട് വിഷമിച്ചിരുന്ന അവൾ തോക്കുമെന്നുള്ള. പിന്നെ ഇവക്ക് പെട്ടെന്നൊരു ധൈര്യം വന്നു, എനിക്ക് PR ഉണ്ടല്ലോ, പിന്നെ എനിക്ക് ജയിക്കാൻ വയ്യാത്തത്. ബിന്നി നിന്റെ കുത്തിത്തിരിപ്പ് ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് നീ ആരെയാണ് പറഞ്ഞിരിക്കണത്? അനുമോള. നീ ഇറങ്ങും, ഇപ്പം നോക്കിക്കോ, നീ ഇറങ്ങും. മാത്രമല്ല ഏതെങ്കിലും സമയത്ത് വഴക്കുണ്ടാകുന്ന സമയത്തോ അതല്ലെങ്കിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്തോ കൺവെൻഷൻ റൂമിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അവർക്ക് ഉന്നയിക്കാനുള്ളതേ ഉള്ളൂ. അതെന്താ ബിന്നിക്ക് അനുമോളോട് അത്ര കടപ്പാടുണ്ടോ അല്ലെങ്കിൽ അത്രയധികം അറ്റാച്ച്മെന്റ് ഉണ്ടോ അനുമോൾ പറഞ്ഞ് ഈ രഹസ്യം സൂക്ഷിച്ചു വെക്കാനും മാത്രം? അതായത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്നത് വരെ ബിന്നി ആ ഒരു വലിയ രഹസ്യം തന്റെ മനസ്സിൽ സൂക്ഷിച്ചു അത്രേ. സത്യത്തിൽ ബിന്നിയുടെ ബുള്ളി ഗ്യാങ്ങും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം അനുമോൾ നെഗറ്റീവ് ആണെന്ന് തന്നെയാണ്. ഏത് നിമിഷവും പുറത്താകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആണ് അനുമോളെന്ന് ഇവര് പല സമയത്ത് പിന്നെ അനുമോള് നിന്റെ കണക്കല്ല, കുത്തിത്തിരിപ്പ് റാണി അല്ല കേട്ടാ, നല്ലൊരു കുട്ടിയാണ്. അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്. PR കൊടുക്കാതെ തന്നെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെ അഭിനയത്തിന്റെ കഴിവും അവളെ തമാശകളും എല്ലാം ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അനുമോള. അതുകൊണ്ട് തന്നെയാണ്
അനുമോൾക്ക് വോട്ട് കൊടുക്കുകയും ചെയ്യും. നീയൊക്കെ അതിനകത്തിട്ട് ഇത്രയും ക്രൂരമായിട്ട് ശിക്ഷിച്ചിട്ടും അനുമോളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നിൻ്റെയൊക്കെ വാക്ക് കേട്ട് ലാലേട്ടൻ അനുമോളെ ഓരോന്ന് പറയുകയും അതിനകത്തിട്ട് എത്രയോ ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ കേട്ടോണ്ടിരിക്കവേണി നടക്കുന്ന പ്രോഗ്രാമാണ് ഈ ലാലേട്ടൻ്റെ പ്രോഗ്രാം. ലാലേട്ടൻ വന്നിട്ട് ആ ഒരു പെൺകുട്ടി മിണ്ടാതെ ഇരുന്നാൽ തന്നെയും അവളെ പെട്ടെന്നങ്ങ് എഴുന്നേൽപ്പിക്കുകയും അവൾ പേടിച്ചാ നിൽക്കണ നിപ്പ് കണ്ട നമുക്ക് എല്ലാവർക്കും സങ്കടം വരുമായിരുന്നു. ജനങ്ങൾ അവളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങളെ ആഗ്രഹം അങ്ങനെ തന്നെ, ഈ ലാലേട്ടൻ കൈപിടിച്ച് ഉയർത്തണ അനുമോളെ ആയിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ തന്നെ നടക്കട്ടെ, കൈപിടിച്ച് ലാലേട്ടൻ ഉയർത്തട്ടെ. ഒരു ടാസ്ക് കൊടുക്കുന്നതിൽ എന്ത് നല്ല ഇതായിട്ട് അനുമോൾ ചെയ്യുന്നതെന്നറിയോ? ഇന്നലെ തന്നെ ആ ഡാൻസിൻ്റെ ആ ടാസ്ക് കൊടുത്തതിൽ കിലുക്കത്തില്ല രേവതിയായിട്ട് എന്ത് മനോഹരമായിട്ട് ഈ അനുമോളെ അഭിനയിക്കണമെന്ന് അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡാൻസ്, കോമഡികൾ കാണിക്കാൻ എല്ലാത്തിനും അനുമോളെ അതിഗംഭീരമായിട്ട് തന്നെ ഇന്നലെ 3-4 പേരെ ഇതേ ഉള്ളായിരുന്നു. എന്നിട്ട് ഇന്നായിരുന്നു അനുമോളെ ഡാൻസ് നല്ല രസമായിരുന്നു. ഈ കിലുക്കത്തിൽ രേവതി എങ്ങനെ കാണിക്കുന്നോ അതുപോലെ ആ ഡാൻസ് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ അവളെ അഭിനയം സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ സൈക്കിള് ചവിട്ടി, അത് നെവിൻ്റെ ഒരു വൈരാഗ്യമാണ്. അപ്പോൾ അനുമോൾ കയറി ഇരുന്ന് സൈക്കിള് ചവിട്ടുന്ന വാട്ടർ എന്ന് വെച്ചാൽ വെള്ളം തുറന്ന് വിട്ട് അവർ പാത്രം കഴുകുന്നത് വരെ ചവിട്ടണം. അപ്പോഴ് ഈ കാലെടുത്ത് ഇങ്ങനെ ചവിട്ടാൻ അനുമോക്ക് കാലെത്തൂല. അതുകൊണ്ട് അവളെ കാലിന് നീളക്കുറവായതുകൊണ്ട് സൈക്കിൾ കുറച്ചൊക്കെ ചവിട്ടിയപ്പോൾ അവൾക്ക് കാല് കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം നെവിൻ പോയി പാത്രം കഴുകുന്നുണ്ട്. കുത്തിത്തിരിപ്പ് ബിന്നിയും നെവിനും കൂടെയാണ് കഴുകണത്. ലക്ഷ്മി തമ്പുരാട്ടി ഗ്യാസിൻ്റെ ഇതാണ്, ഗ്യാസ് എന്ന സൈക്കിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഇരുന്നും കൊണ്ട് സൈക്കിൾ ചവിട്ടുന്നു. അപ്പോൾ ഗ്യാസിൽ സാമ്പാറോ അങ്ങനെ എങ്ങാണ്ട് വെച്ചിട്ട് അപ്പോൾ അത് വേവുന്നത് വരെ ഇവൾ ചവിട്ടണം, ലക്ഷ്മി തമ്പുരാട്ടി ചവിട്ടണം. അപ്പോൾ ലക്ഷ്മി തമ്പുരാട്ടിയിലത്തെ ഇപ്പോഴത്തെ കുത്തിത്തിരിപ്പ് ബിന്നിയാണ്. അതുകൊണ്ട് ബിന്നിയുടെ അടുത്ത് പറയുന്നത് ബിന്നി പെട്ടെന്ന് സാമ്പാർ വെയ്യെന്ന് പറയുന്നുണ്ട്. ബിന്നി അതിൻ്റെ ഇടയിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിടുകയും ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നെവിൻ്റെ കൂടെ പാത്രം കഴുകാൻ പോകുന്നു. 2 പേർക്ക് ഇപ്പോൾ ഭയങ്കരമായ വൈരാഗ്യമാണ് അനുമോളടുത്ത്. ഒന്ന് നെവിനും ഒന്ന് ബിന്നിക്കും. അവർ പാത്രം കഴുകി നെവിനും ബിന്നിയും കൂടെ അതിൻ്റെ ഇടയിൽ പാത്രം കഴുകുന്നുണ്ട്. അപ്പോൾ ഇവള് കാലുകൊണ്ട് സൈക്കിൾ ചവിട്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളാങ്ങ് ബിഗ് ബോസ് അവിടെ നിർത്തണതാണ്. വെള്ളാങ്ങ് നിർത്തും ചവിട്ടി തുടങ്ങുമ്പോൾ ഇത്. അപ്പോൾ ഇവർ മനഃപൂർവ്വം വെള്ളം ചെറുതായിട്ട് തുറന്നു വിട്ട് ആ പാത്രം കഴുകാതെ ഇച്ചിരിച്ച കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഇവളുള്ള കാലവും ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കണം. അത്ര വൈരാഗ്യമാണ് അനുമോളടുത്ത്. ബിന്നി ഇന്ന് പറയുന്നുണ്ട് മോർണിംഗ് ടാസ്കിൽ അതിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി വാർത്തയായിട്ട് പറയാനായിട്ട്. അപ്പം അനുമോൾ നല്ലതുപോലെ അനുമോൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ വ്യക്തതയോടുകൂടി അനുമോൾ പറഞ്ഞു. നല്ല രസമായിരുന്നു കേൾക്കാൻ. എന്നിട്ട് ബിന്നി പറഞ്ഞു, ബിന്നിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. എന്തിനാണ് പറയണത്, ഏതാണ് പറയണതെന്ന് ഒന്നും ഉണ്ടല്ലോ. ബിന്നി പറയണത് എന്തിനാണ്? ഇന്നലത്തെ ആ ടാസ്കിൽ അനുമോള് എന്തൊരു നാടകം കളിച്ചെന്ന് ഓവർ ആക്ടിങ്. ഇവക്ക് അതേ ഉള്ളു പറയാം, ഇവക്ക് വേറെ ഒന്നും പറയാനില്ല. ഇവക്ക് എന്തെങ്കിലും അനുമോള് ടോയ്ലറ്റിൽ പോയാൽ അത് പറയണം. ഇവള് വൃത്തികെട്ട സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണുന്നത് പോലും ഇപ്പോൾ വെറുപ്പായിട്ടാണ് തന്നെ. ഈ കുത്തിത്തിരിപ്പ് ബിന്നിന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അഴുക്കായിട്ടാണ് അനുമോൾ അഭിനയിച്ചതെന്നും എന്തൊരു നാടകമെന്നാ എന്തൊക്കെയോ ഇവളങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ഇന്നാണ് ആ ഡാൻസ് കളിച്ച് അടിപൊളിയായിട്ടുണ്ട്. ആ കിലുക്കത്തിൻ്റെ രേവതിയായിട്ട് ആ കൊടയൊക്കെ പിടിച്ച് എന്തോ ഒരു ഭംഗി. എന്നിട്ട് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അനുമോൾ പറയുകയും ചെയ്ത് എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നാലും അവർക്കൊക്കെ കോയിനാണ് കൊടുക്കണത്. അപ്പം അവർക്ക് അറിയാം ആർക്ക് കൊടുക്കണ്ടെന്ന്. പക്ഷെ അനുമോക്കൊന്നും അങ്ങനെ കൊടുത്തില്ല. എത്രയോ ടാസ്കിൽ ആ പാവം ചെന്ന് നിന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷെ കോയിൻ അങ്ങനെ കൊടുക്കൂല. അതുപോലെ ഗ്രൂപ്പ് കളി അവർ കളിക്കണേൽ അനുമോളെ ചേർക്കൂല. അനുമോക്ക് സത്യം പറഞ്ഞാൽ ഈ ഗെയിമുകളിലൊന്നും സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടില്ല. ഇന്ന് ഈ രാവിലത്തെ ആ വഴക്കിന് ശേഷം ഷാനവാസും നൂറെ ആദിലയും തമ്മിലുള്ള ഈ PR-ൻ്റെ വിഷയം വെച്ചിട്ട് അനീഷിൻ്റെ അനീഷ് കൂടെ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇപ്പം ഫാമിലി വന്നതിന് ശേഷമാണ് മാറ്റം തുടങ്ങി. സത്യം പറഞ്ഞാൽ അനീഷിനാണ് കുഴപ്പം. അനീഷിന് എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്. അനീഷിൻ്റെ ഫാമിലി വന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, അനീഷിൻ്റെ അനിയൻ വന്ന് പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് ഷാനവാസ് പറയണത്. മൈക്കൊക്കെ മാറ്റിയിട്ട് ദൂരോട്ട് ചെന്നിട്ട് പറഞ്ഞെന്നാണ് പറയണത്. അനീഷിന് എന്തൊക്കെയോ ക്ലൂ കിട്ടി. PR
ആറിന് നല്ല പി ആർ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ പറയുന്നുണ്ട് അനീഷിൻ്റെ എന്തേരെ വയല വരേടോ എന്തരൊക്കെ വിറ്റ് ആ വാർത്ത വായിക്കണതിൽ അങ്ങനെയൊക്കെയാണ് അനീഷ് പി ആറുമായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം അനീഷിന് തട്ടിപ്പ്. അനീഷും ഇന്നലെ അനുമോളെ പറഞ്ഞായിരുന്നു. അപ്പം അനുമോള് ഇത്രയും പേര് കൂട്ടത്തോടെ പറഞ്ഞപ്പോൾ എന്ത് വേദനയോടുകൂടി ആ പെൺകുട്ടി അവിടെ ഇരുന്നെന്നുള്ള ഒന്ന് ഓർമ്മിച്ച് നോക്കണം. ഈ കുത്തിത്തിരിപ്പ് നിന്നെയാണ് ഇപ്പം അനുമോൾ എഴുതിച്ചെന്ന് പറയുകയാണ്. നിനക്ക് വൻപിച്ച പി ആർ ഉണ്ട്, നീ 20 ലക്ഷം മുടക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കണം, നീ മൈക്ക് മാറ്റി വെച്ചിട്ട് എന്നെ പറഞ്ഞു എന്ന് അനുമോൾ പറഞ്ഞ നിൻ്റെ വേദന നിനക്ക് വരുമെന്ന് നീ അങ്ങോട്ട് ചിന്തിച്ച് നോക്കണം കേട്ടോ. ആദില പെരേടം വയലൊക്കെ വിറ്റാണ് വന്ന് പി ആറിനെ ഇറക്കിയിരിക്കണമെന്ന്, വൻപിച്ച പി ആറാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് പറയണത് നമുക്കൊന്ന് കാണാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല. ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല. ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. ആ പോരേണ്ട തിരക്കിൽ എനിക്ക് ആകെ കൂടെ 3 ദിവസമാണ് അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. വേറൊരാൾക്കും എൻ്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ സോഷ്യൽ മീഡിയയിൽ അധികം അപ്പോൾ ഇതൊക്കെയാണ് അനീഷിൻ്റെ നിയമങ്ങൾ. അതുപോലെ അനിമോളെ ഓരോ കോമഡികളും ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർ മാജിക്കൊക്കെ കണ്ട് ഞാൻ സ്റ്റാർ മാജിക്ക് കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അനിമോൾ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കാണും. അവൾ ആ കോമഡി നല്ല രസമാണ് അത് കാണാനും. ഇനി മൊത്തത്തിൽ 4 ആഴ്ചയേ ഉള്ളൂ. നെവിനും ബിന്നിക്കുമാണ് ഇപ്പോൾ കുത്തിത്തിരിപ്പും വൈരാഗ്യവും കയറിയിരിക്കുന്നത്. രണ്ടുപേരും പോകാൻ ചാൻസ് പോവും, ഉറപ്പായിട്ടും പോവും. അത്രയ്ക്കാണ് അനിമോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുത്തിത്തിരിപ്പ് ബിന്നിയെ എല്ലാവരും കൂടെ ഔട്ടാക്കണം. നെവിനും മോശമായിട്ട് തന്നെ കളിക്കണം. നെവിൻ്റെ രീതിക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ നെവിനെ എല്ലാവരും നല്ലതുപോലെ കണ്ടാനെ. പക്ഷേ നെവിന് ഭയങ്കര കുത്തിത്തിരിപ്പാണ്.